ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചായി മുൻ ഓപ്പണർ ഗൗതം ഗംഭീർ ചുമതലയേറ്റെടുക്കാൻ തയ്യാറെടുക്കവേ പല താരങ്ങളും വാനോളം പ്രതീക്ഷയിലാണ്. ഇക്കൂട്ടത്തിൽ മലയാളി താരം സഞ്ജു സാംസണുമുണ്ട്. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ ആയിരിക്കും ഗംഭീറിനെ ടീം ഇന്ത്യയുടെ മുഖ്യ കോച്ചായി BCCI പ്രഖ്യാപിക്കുക. രാഹുൽ ദ്രാവിഡിന്റെ കരാർ T20 ലോകകപ്പിന് ശേഷം അവസാനിക്കുകയാണ്. തുടർന്നാണ് പകരക്കാരനായി മുൻ ലോകകപ്പ് വിന്നറുടെ വരവ്. 2027 ഏകദിന ലോകകപ്പ് വരെ 3 വർഷത്തെ കരാറാണ് ഇന്ത്യൻ ടീമുമായി ഗംഭീർ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ വരവ് സഞ്ജുവിൻ്റെ കരിയർ തന്നെ മാറ്റിമറിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആരാധകർ. രവി ശാസ്ത്രി, ദ്രാവിഡ് എന്നിവരുടെയൊന്നും കാലത്ത് സഞ്ജുവിന് ദേശീയ ടീമിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ഗംഭീറിൻ്റെ വരവ് എല്ലാം മാറ്റിമറിച്ചേക്കാനാണ് സാധ്യത. സഞ്ജുവിൻ്റെ കഴിവിൽ തികഞ്ഞ മതിപ്പും വിശ്വാസവുമെല്ലാം നിരന്തരം പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഗംഭീർ. നേരത്തെ പലതവണ സഞ്ജുവിനെ അദ്ദേഹം വാനോളം പുകഴ്ത്തിയിട്ടുമുണ്ട്. ദേശീയ ടീമിൽ നിന്നും മലയാളി താരം നിരന്തരം തഴയപ്പെടുന്നതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. സഞ്ജുവിൻ്റെ കഴിവിൽ ഇത്രത്തോളം വിശ്വാസമർപ്പിക്കുകയും ടീമിലെ സ്ഥാനത്തിനു വേണ്ടി വാദിക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു മുൻ ക്രിക്കറ്റർ ഉണ്ടോ എന്ന കാര്യം പോലും സംശയമാണ്. കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിനുള്ള ടീമിൽ നിന്നും സഞ്ജു ഒഴിവാക്കപ്പെട്ടപ്പോൾ ഈ തീരുമാനത്തിനെതിരെ ഗംഭീർ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കിയാൽ അതിൻ്റെ നഷ്ടം അദ്ദേഹത്തിനല്ല മറിച്ച് ടീമിന് തന്നെയാണെന്നുമാണ് ഗംഭീർ അന്നു പറഞ്ഞത്. ഈ തരത്തിൽ പലതവണ കേരള വിക്കറ്റ് കീപ്പറെ പുകഴ്ത്തുകയും ടീമിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള ഗംഭീർ മുഖ്യ കോച്ചായി വരുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷകൾ വാനോളം ഉണ്ടാവും. മുഖ്യ കോച്ചായി ചുമതലയേറ്റെടുത്താലും സഞ്ജുവിനെക്കുറിച്ചുള്ള വാക്കുകളിൽ ഗംഭീർ ഉറച്ചു നിൽക്കുമോ എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. വളരെ ബോൾഡായ തീരുമാനങ്ങൾ എടുക്കുകയും എല്ലായ്പ്പോഴും കഴിവുള്ളവർക്ക് അവസരം നൽകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഗംഭീർ. ഈ കാരണത്താൽ തന്നെ സഞ്ജുവിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നു കാണാം. ഋഷഭ് പന്തിനു പകരം സഞ്ജു ഭാവിയിൽ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി വന്നാലും അത്ഭുതപ്പെടാനില്ല. T20 ലോകകപ്പിന് ശേഷം ജൂലൈ 4 മുതൽ സിംബാബ്വേയുമായി 5 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ ഇന്ത്യ കളിക്കുന്നുണ്ട്. കോച്ചായ ശേഷം ഗംഭീറിൻ്റെ ആദ്യ ചലഞ്ചും ഇതുതന്നെയായിരിക്കും.